വീണ്ടും നമ്മൾ മുത്തുംപവിടത്തിലേക്ക് എത്തുകയാണ്. ഒ.എൻ. സാറിൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ അദ്ദേഹം പാടുക അല്ലെങ്കിൽ പാടി അല്ലെങ്കിൽ പാട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. 100 ഗാനങ്ങളിൽ ഭൂരിഭാഗം ഗാനങ്ങൾ 100 എടുത്താൽ അതിൽ അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നമ്മുടെ ഒരു സീരീസ് ആയിട്ട് തന്നെ ഇതുവരെ നമ്മൾ യാത്ര എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചിത്രം എവർഗ്രീൻ മൂവി ഓളങ്ങൾ. ബാലുമഹേന്ദ്ര സാറാണ് ഇതിൻ്റെ സംവിധായകൻ. ഓളങ്ങൾ എനിക്ക് തോന്നുന്നു പഴയ തലമുറയെ ഏറ്റവും അധികം സ്വാധീന ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ഇളയരാജ സാറാണ്. ഒ.എൻ. സാർ ഇളയരാജ സാറിൻ്റെ പല കോമ്പുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാനിരിക്കുന്നു. അപ്പോൾ ഇതിൽ ജാനകി അമ്മ പാടിയ എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു ഗാനമുണ്ട്. അതേതാണെന്ന് ഞാൻ പറയാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. കണ്ടില്ലേ, ഈ ഗാനം കുട്ടികൾ വരെ ആസ്വദിക്കുന്ന എല്ലാ കാലത്തെയും ഗാനമാണ്. ആകാശ പൊന്നാലിന്നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ഇതിൻ്റെ അനുപല്ലവിയിലാണ്. അനുപല്ലവി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലകം മന്ദാരം പൂവിട്ട തണലിൽ. ഇതിൻ്റെ ചരണത്തിലെത്തി നിൽക്കുമ്പോൾ പണ്ടത്തെ പാട്ടിൻ്റെ വരികള് ചുണ്ടത്ത് തേൻ തുള്ളിയായി. പണ്ടത്തെ പാട്ടിൻ്റെ വരികള് ചുണ്ടത്ത് തേൻ തുള്ളിയായി. പണ്ടത്തെ പാട്ടിൻ്റെ വരി കണ്ടോ, പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ അദ്ദേഹം ചരണത്തിൽ തന്നെ വാക്ക് ഉപയോഗിച്ചുണ്ട്. കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ. നല്ല നല്ല കൊച്ചു നല്ല ബിംബങ്ങളാണ്. പ്രത്യേക പണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ അമ്മമാരിങ്ങനെ പാടി ഉറക്കുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലത്തുള്ള നല്ല ആ വാക്കുകളാണ്. കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ. അവിടെയാണ് വീണ്ടും ഊഞ്ഞാലേ ആ കയ്യിൽ ഈ കയ്യിൽ ഒരുപടി കൈക്കാത്ത നെല്ലിക്കായ് മണി തരൂ, തുമ്പിവ തുമ്പക്കുടത്തിൻ. അങ്ങനെ രസകരമായ ജാനകിയമ്മയുടെ അതിമനോഹരമായ ശബ്ദമാണ്. ഒരു 10 ഗാനങ്ങൾ ജാനകിയമ്മയുടെ എടുത്താൽ അതിൽ ഇതൊരെണ്ണം വരും. നല്ല ഹമ്മിങ് ഒക്കെ ഈ പാട്ടിനിടയ്ക്കുണ്ട് ചേർത്തിട്ടുണ്ട്. ഇതാണ് ഓളങ്ങൾ എന്ന ചിത്രത്തിൽ ഒ.എൻ. സാർ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങളിൽ കണ്ട പാടിപ്പോയി പാടാമോ പാടാമോ എന്ന് അനുപല്ലവിയിൽ, ചരണത്തിൽ പാടിപ്പോയി പാടിപ്പോയി പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ. ഓളങ്ങൾ ചിത്രത്തിൽ 3 ഗാനങ്ങളാണുള്ളത്. തുമ്പിവ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ഗാനമുണ്ട്, അതിൽ ഈ വാക്കില്ല, എന്നാലും ഞാനത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ ഏകാകിനി. യശോ സാർ പാടിയ അതിമനോഹരമായ ഗാനമാണ്. ഇനി പറയുന്ന 3ാമത്തെ പാട്ടുണ്ട്. കുളിരാടുന്നു മാനത്ത് കിളിപ്പാടുന്നു താഴത്ത്. നോക്കൂ, കുളിരാടുന്നു മാനത്ത് കിളിപ്പാടുന്നു താഴത്ത്. പ്രാസം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം പല്ലവിയിൽ തന്നെ പാടുന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാനത്ത് കിളിപ്പാടുന്നു താഴത്ത്. ഇതിൻ്റെ ചരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവസാനമാണ് ഈ വാനവിഭൂമിയും പാടുന്നിതാ പോരു നീ. കണ്ടോ, അവിടെയും പാടുന്നിതാ പോരു നീ എന്ന് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ 2 ഗാനങ്ങളിലും തൻ്റെ ഈ സ്വതസിദ്ധമായ ശൈലി ഉപയോഗിക്കുന്ന ഈ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. തുമ്പയിലുമുണ്ട്, അതിന് 4-5 പ്രാവശ്യമുണ്ട്. ഈ പാട്ടിലുമുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലം വിട പറയുന്നു. അപ്പോൾ ഒ.എൻ. സാറിൻ്റെ ഗാനങ്ങളിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് വയ്ക്കുക, ആലോചിച്ച് വയ്ക്കുക. ഞാൻ ഏതായിരിക്കും അടുത്ത ചിത്രത്തെക്കുറിച്ച് പറയാൻ പോകുന്നതെന്ന്. പലരും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ പല വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതെന്നൊക്കെ. ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള പദം അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് പാടുക അല്ലെങ്കിൽ പാടി പാട്ട് എന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.